ഇന്ന് നമുക്ക് നല്ല നാടൻ മധുര പലഹാരമായിട്ടുള്ള അരിയുണ്ട എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണാം. അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാലക്കാടൻ മട്ട അരിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കണത് കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ എടുക്കില്ലേ, ആ ഒരു അരിയാണ് എടുക്കണത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. അരി ഞാൻ വൃത്തിയായിട്ട് കഴുകി എടുത്തു കൊണ്ടുവന്നതാണ്. നന്നായി ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്ന ഇടം വരെ നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇഞ്ചട്ടിയിൽ നിന്ന് അരി മാറ്റി വെച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയിൽ ഈർപ്പം ഒന്ന് വെടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാടിട്ട് റോസ്റ്റ് ചെയ്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തേങ്ങ ചൂടാക്കി ഉപയോഗിച്ചാൽ കുറച്ചധികം നാൾ അരിയുണ്ട കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടി കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. വെള്ളമൊന്നും തട്ടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ 16 ബോൾസാണ് കിട്ടിയത് കേട്ടോ.